തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എന്ത് നടക്കുമെന്നുള്ളതല്ലേ ചോദ്യം. വരുന്നു സൂചന. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടക്കുമെന്നാണ് സൂചന. ഏപ്രിൽ 2ാം വാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് സാധ്യത. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം സംസ്ഥാനത്തെത്തും. നോബൽ മാരിക്കാരനും ആർ റോഷിപാലും ടി വി പ്രസാദും സജു ദേവസയും വി എസ് സുജിത്തും തത്സമയം ചേരുന്നു. ആദ്യം നോബലിലേക്ക്. നോബൽ, അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ തീയതി ഏകദേശം ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും സമയം ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അത് ഏപ്രിൽ മാസം 2ാം വാരമായിരിക്കും. മെയ് ആദ്യവാരത്തോടുകൂടി, ഒരുപക്ഷെ കഴിഞ്ഞ തവണ മെയ് 1 or 2 ആയിരുന്നു ജനവിധി ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കുന്നത് വോട്ടെടുപ്പ് ഏപ്രിൽ 2ാം വാരമാണ്. ഒറ്റ ഘട്ടമായിട്ടായിരിക്കും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനി 3 മാസം കഷ്ടി, 3 ഇല്ല, ഫെബ്രുവരി, മാർച്ച്, ഇപ്പോൾ ജനുവരി കഴിഞ്ഞു. ജനുവരി 5, 6 തീയതികളായി കഴിഞ്ഞു. ഒരു 80-90 ദിവസങ്ങൾ മാത്രം, കഷ്ടി 100 പരമാവധി അല്ലേ? അരുൺ, മാക്സിമം 100. അതിനുള്ളിൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ സാഹചര്യം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വിലയിരുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ കേരളത്തിലെയും ഒപ്പം തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, ആസം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ അടക്കം പങ്കെടുത്തിരുന്നു. കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യം, അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, മറ്റ് നടപടിക്രമങ്ങൾ, SIR അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ചർച്ചയായിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാണെങ്കിലും കേരളത്തിലെ അടക്കം തെരഞ്ഞെടുപ്പ് വരുന്ന മാസം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഏപ്രിൽ 2ാം വാരത്തിനുള്ളിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ നിരീക്ഷണത്തിന് കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി എത്തും എന്നുള്ളതാണ്. അതും ഈ അടുത്ത മാസം ഉണ്ടാകും എന്ന വിവരമാണ് ലഭിക്കുന്നത്. കേരളത്തിൽ ഒറ്റഘട്ടമായി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. വിശദമായി തന്നെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം അടക്കം ഇന്നലെ വ്യക്തമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ അടക്കം പങ്കെടുത്ത യോഗമാണ്. ആ യോഗത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിശദമായ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. നേരത്തെ SIR അടക്കമുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തിയിരുന്നു. SIR കൂടി നടത്തി പൂർത്തിയായ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഒരുക്കങ്ങൾ കൃത്യമായി തന്നെ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരടക്കം യോഗം ദില്ലിയിൽ വിളിക്കുകയും ചെയ്തത്. ഇന്നലെ ആ യോഗം നടക്കുകയും ചെയ്തു. യോഗത്തിൽ വിശദമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം എത്തും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കേരളത്തിൽ അടുത്ത മാസം എന്താണെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം എത്തും. അതിനു പിന്നാലെ ഈ സന്ദർശനം പൂർത്തിയാക്കിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻഘട്ടത്തെ പോലെ തന്നെ പ്രത്യേകിച്ച് ഒറ്റഘട്ടമായി നടക്കും. ഒപ്പം മെയ് മാസത്തെ റിസൾട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്താണെങ്കിലും ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റ് പ്രശ്നബാധിത മേഖലകൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഐഡന്റിഫൈ ചെയ്യണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമെങ്കിൽ കേന്ദ്രസേന അടക്കമുള്ള സംവിധാനങ്ങൾ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും എന്നാണ് അറിയുന്നത്. കേരളത്തിൽ എന്താണെങ്കിലും ഇത്തരത്തിൽ ഏപ്രിൽ 2ാം വാരത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ 100 ദിവസത്തെ താഴെ മാത്രം സമയമാണ് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഉള്ളത്. ഇതിനോടകം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മൂടായി ഇനിയിപ്പോൾ കൂടുതൽ സജീവമാകുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അരുൺ, തീർച്ചയായിട്ടും റോഷിപാൽ കൂടി നമുക്കൊപ്പമുണ്ട്. റോഷി, ഏപ്രിൽ 2ാം വാരം തിരഞ്ഞെടുപ്പ് കഷ്ടി 100 ദിവസമാണ്. ആ 100 ദിവസം 1 മണിക്കൂർ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കളയാനില്ല, നമുക്ക് കളയാനില്ല. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം നമുക്ക് സജീവമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. കേരളം ഒരുങ്ങുകയാണ്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയർ ആക്കി കഴിഞ്ഞു. കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ ലക്ഷ്യം കഴിഞ്ഞ് കൂടുതൽ ആവേശത്തിലാണ്. CPM ആണെങ്കിൽ സിറ്റിംഗ് MLA-മാരെ 2 ടേം നിബന്ധനയൊക്കെ എടുത്തു കളഞ്ഞ് വിജയസാധ്യത മാത്രം മുൻനിർത്തി പടക്കിറങ്ങാൻ പോവുകയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്ന ജനുവരി മാസത്തിലെ അവസാനത്തെ ബഡ്ജറ്റിലടക്കമുണ്ടാവും. അപ്പോൾ കേരളം ഒരുങ്ങുകയാണ്. 100 ദിവസത്തെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വളരെ സജീവമായി തന്നെ തുടങ്ങുന്നു അല്ലേ? നമ്മൾ ഒരുങ്ങിയോ റോഷി? അരുൺകുമാർ, വലിയ പോരാട്ടമാണ് അത്. എല്ലാ മുന്നണികൾക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. 100 ദിവസത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആര് കേരളം ഭരിക്കും എന്നതാണ് കാതോർത്തിരിക്കുന്നത് കേരളം. വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കേരളത്തിൽ ഇതിനോടകം തന്നെ കളമൊരുങ്ങി കഴിഞ്ഞു. ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് എല്ലാ മുന്നണികളും 2-3 മാസം മുമ്പ് തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയത്. SIR-ന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ആ തെരഞ്ഞെടുപ്പിന്റെ ഒരാവേശം അവരിലേക്ക് പകർന്നു തുടങ്ങി. ജനുവരി മാസം ആദ്യവാരം മുതൽ തന്നെ മുന്നണികൾ ഒന്നൊന്നായി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. ഇനി അങ്ങോട്ട് പടയോട്ടമാണ്. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ UDF ആണെങ്കിൽ അവർ കോൺഗ്രസ് നേതൃത്വത്തിൽ ക്യാമ്പ് കഴിഞ്ഞു. അതിൽ വലിയ ലക്ഷ്യവുമായി അവർ പുറത്തേക്കിറങ്ങുകയാണ്. മിഷൻ 2026 എന്ന
ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള സമര പരിപാടികൾക്ക് രൂപം നൽകുന്നു. ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നേതാക്കൾ ഒന്നാകെ. ഇനി വോട്ട് പിടിക്കുന്ന നാളുകളാണ്. അതിനിടയിൽ തന്നെ SIRന്റെ ഭാഗമായുള്ള വോട്ട് ചേർക്കൽ എല്ലാ മുന്നണികളും ഒരുപോലെ സജീവമാക്കുന്നു. സർക്കാർ നേതൃത്വത്തിൽ വോട്ടില്ലാത്തവർക്ക് വോട്ട് ചേർക്കാൻ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുന്നു. ഉദ്യോഗസ്ഥന്മാർ വോട്ട് ചേർക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്നു. രേഖകളില്ലാത്തവർക്ക് സൗജന്യമായി രേഖകൾ നൽകാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിന് എല്ലാ മുന്നണികളും കളമൊരുക്കുകയാണ് അരുൺകുമാർ. ഓക്കെ, പടപ്പുറപ്പാടാണ്. റോഷി പറഞ്ഞതുപോലെ പടയൊരുക്കമാണ്. ആ പടയൊരുക്കം എല്ലാ ക്യാമ്പുകളിലുമുണ്ട്. ആ പടയൊരുക്കത്തിന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണല്ലേ ആയുധമായി മാറാൻ പോകുന്നത്. സ്വർണ്ണക്കൊള്ള സംശയമില്ല. ഒരു ഭാഗത്ത് വികസനത്തെ മുൻനിർത്തി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വികസനം ചർച്ചയാകാതിരിക്കുകയും മറ്റു പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾ പരമാവധി തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാവുകയും ചെയ്യും. ഇനിയിപ്പോൾ സതീശന്റെ യാത്ര വരാൻ പോകുന്നു, മെഗാ പഞ്ചായത്ത് വരാൻ പോകുന്നു, രാഹുൽ ഗാന്ധി ഇവിടെയുള്ള പഞ്ചായത്തിലുള്ള മുഴുവൻ പ്രതിനിധികളെയും കാണാൻ പോകുന്നു. അതിന്റെ ഒരുക്കങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അത് നടപ്പിലാക്കാൻ പോവുകയാണ്. മറുഭാഗത്തും വലിയ ഒരുക്കങ്ങളുണ്ട്.